തെങ്ങേളം വരട്ടടാ ഇങ്ങോട്ട് വന്നേ. ഇതൊക്കെ എന്തേ സാധനം ഈ അങ്ങോട്ട് കാട്ടിത്താ. ആ ഇല്ല അറിയില്ല. ഇത് ഞാൻ 1961 എൻ്റെ ഇപ്പൊ ബോംബെയിൽ വന്നല്ലോ. 1961 വന്ന് ആ സമയത്ത് അന്ന് ഞാൻ എനിക്ക് നാല് പെങ്ങന്മാരാ. ഞങ്ങൾക്ക് 4 പെങ്ങന്മാരാ. അതിന് ശേഷം ആകെ ഒരു ആൺകുട്ടിയായതാ ഞാൻ. മൂത്ത ഉപ്പാക്ക് ഒരു മാണിക്കക്കല്ലായത് ഞാനാണ്. അപ്പോൾ അന്ന് ഞാൻ പറന്ന് വീണപ്പോൾ ഈ ഭൂമിയിൽ പറന്ന് വീണപ്പോൾ അന്ന് എൻ്റെ അപ്പ കുതിരപ്പുറത്തായിരുന്നു. അത് സുഭാഷ് ചന്ദ്രബോസ് അല്ലേ? അപ്പൊ അത് നിങ്ങളിങ്ങോട്ട് വരും. പിന്നെ കണ്ണി കണ്ടതാ. അതിൻ്റെ ഇപ്പേ അന്ന് എൻ്റെ മോൻ പിറന്ന് വീണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്ത്യയിൽ ആൾക്കാർ കൈയോർത്ത് ഇങ്ങനെ കാണിക്കാണ്. എൻ്റെ മോൻ 4 പെൺകുട്ടികൾക്ക് ശേഷം എൻ്റെ ഒരു ആൺകുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ കൈയോട്ട് കാട്ടുന്നില്ല. അങ്ങനെ അപ്പൊ ഇതൊക്കെ ഇവരൊക്കെ ഇവരെന്ന് വെച്ചാൽ അന്ന് പിന്നെ ഞാൻ വളർന്നു 7 വയസ്സായി. 7 വയസ്സായപ്പോഴേ ഞാനാണ് എന്റെ അപ്പ അന്ന് ബോംബെയിൽ മറ്റേ മോൻ വന്നല്ല. അപ്പൊ ചെണ്ട കൊട്ടിട്ട് ഇങ്ങനെ എങ്ങനെ കാണി ആ രംഗം കാണാണ്ടതില് അതിന്റെ കുട്ടി വന്ന് ഇന്നും കാണിക്ക് എന്റെ കുട്ടി വന്നെന്ന് പറഞ്ഞിട്ടേ ചെണ്ട കൊട്ടണത്. അന്ന് പിന്നെ ആ സന്തോഷം കൊണ്ട് എന്റെ അമ്മേണായി. ഏത് ഇത് നോട്ടെ മുഖം കാണിക്കട്ടെ. ഇതിന്റെ അമ്മയാണ്. കാരണം മുഖം ബോംബെയിൽ വന്ന സന്തോഷം ഇവിടെ ജനങ്ങളൊക്കെ ഭയങ്കര സ്വീകരിച്ചു. കാരണം വെച്ചാൽ ലോകത്തിലൊക്കെ തെങ്ങൊക്കെ ഞാൻ എല്ലാ ജനങ്ങളെ ജീവൻ രക്ഷിക്കണ ഞാനല്ലോ. ഇതൊക്കെ ഇട്ടിട്ട് തെങ്ങുകള് അങ്ങനെ എൻ്റെ അമ്മയാണ്. അതിന്റെ മൂത്താപ്പ നടക്കണം. ഇതാരാ കമ്പലൊക്കെ ആള്? വാപ്പാടെ വാപ്പ വല്യുപ്പ. അപ്പൊ ഞങ്ങള് ഇവിടെ കാണി അന്ന് ഇവിടെ ഭയങ്കര ആഘോഷം ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ പേരെന്നാ? സുബു മറവഞ്ചേരി മാനു കുഞ്ഞരാജിന്റെ മകൻ. അപ്പൊ ഇത് മാനുവിന്റെ വേറൊരു സ്ഥലമാണ്. അവന്റെ ഉപ്പ അവൻ ജനിച്ചു വളർന്ന സ്ഥലമാണിത്. അതിന്റെ ആഹ്ലാദം. പറഞ്ഞ വിഷയിക്കൂല. ഓക്കെ അത് വെച്ചാളിങ്ങൾ